അങ്ങനെ ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട്. ഈ ഫൈനൽ 6 നിന്ന് ഒരാളും കൂടി ഔട്ടാകാൻ പോവുകയാണ്. ഗ്രാൻഡ് ഫിനാലേക്ക് ഒരു ദിവസം ശേഷിക്കെ ഒരാൾ ഫൈനൽ 5-ൽ എത്താൻ കഴിയാതെ ഈ വീട്ടിൽ നിന്നും ഇന്ന് പുറത്താകും എന്നാണ് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ്. അപ്പം നമ്മുടെ 6 പേരും റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക് പ്രകാരം ഒരു സ്റ്റൂള് കൊടുത്തിട്ടുണ്ട്, ഒരു ഡെസ്ക് പോലത്തെ. അതിനകത്ത് ഇവരുടെ ഫോട്ടോയുടെ ഒരു പസിലാണ് കൊടുത്തിരിക്കുന്നത്. ആ പസിൽ വെച്ചിട്ട് ഇവരുടെ ഫോട്ടോ ഇവർ പസിൽ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ പസിൽ ഫുള്ള് ചേർത്ത് വെക്കുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പം ആരുടേതാണോ പസിൽ ഫില്ല് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ആ ആൾ ഫൈനൽ 5-ൽ നിന്നും ഫൈനൽ 6-ൽ നിന്നും ഔട്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്ബർ പോകാൻ സാധ്യത കുറവാണ്. അക്ബറിൻ്റെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, അക്ബറിൻ്റെ ഏകദേശം പീസസ് എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നെവിൻ ഓർ നൂറ, ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ പോകാനാണ് സാധ്യത. പിന്നെ 2-3-4 ദിവസത്തെ ആദിലയുടെ പെർഫോമൻസിൻ്റെ കൂടുതൽ കാരണം നൂറ പോകാനുള്ള സാധ്യതയും ഭയങ്കര കൂടുതലാണ്. നൂറയാണ് ഇപ്പം പോകാൻ ഡിസേർവിംഗ് ആയിട്ടുള്ളത്. ഇവിടെ നിൽക്കാൻ വേണ്ടിയാണല്ലോ ഈ നൂറയും ആദിലയും അനുമോളെ ഇത്ര ബാക്ക് സ്റ്റാബ് ചെയ്തതും ഇത്രയേറെ ദ്രോഹിച്ചതും മറ്റുള്ളവർ ദ്രോഹിച്ചപ്പോൾ കൂടെ നിന്നതും. ഈ ട്രസ്റ്റ് ഇഷ്യൂസ് ഫുള്ളും ഇവിടെ നിൽക്കാൻ വേണ്ടിയായിരുന്നല്ലോ. അപ്പം ആ നിൽക്കാൻ വേണ്ടി നടത്തിയ എല്ലാ കഥകളും കാര്യങ്ങളും പൊളിഞ്ഞു പോയ സ്ഥിതിക്ക് ഇപ്പം നൂറയാണ് ഇവിടുന്ന് പോകാൻ വേണ്ടി റിയൽ പോകണമെന്നാണ് ബിഗ് ബോസിൻ്റെ ഒരു പ്രമോഡ് അറിയത്തില്ല വന്നിരിക്കുന്ന കമൻസ്. എനിക്കും പേഴ്സണലി ആഗ്രഹം നൂറ പോകണമെന്ന് തന്നെയാണ് കേട്ടോ. ഇത്രയൊക്കെ അഹങ്കാരം കാണിച്ചിട്ട് ഇനി നൂറ് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, കള്ളത്തരങ്ങളും കാണിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം നെവിൻ ആഗ്രഹമുണ്ട്, നെവിൻ ഒരു ഫൈനൽ 5-ൽ വരാൻ വേണ്ടിയിട്ട്. പിന്നെ അക്ബറും അനീഷും അനുമോളും ഷാനവാസും പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, നാളെ അറിയാം ആരാണ് പോകുന്നതെന്ന്. നൂറ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു സന്തോഷ പ്രകടനങ്ങളൊക്കെ പല രീതിക്ക് കാണാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വെയിറ്റിംഗ് ആണ്, എല്ലാവരെയും പോലെ വെയിറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.